നമസ്കാരം. വാർത്താ നേരത്തിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. മുണ്ടത്തിക്കോട് വെടിക്കെട്ട് പുരയിലുണ്ടായ സ്ഫോടനത്തിൽ ഒരു മരണം കൂടി. ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രത്തിലെ ഉത്സവത്തിന് കൊടിയേറി. ഉത്സവത്തോടനുബന്ധിച്ചുള്ള കലവറ നിറയ്ക്കൽ ചടങ്ങ് നടന്നു. കണ്ണൂർ അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജിലെ BDS വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിൽ കുടുംബത്തിന് നീതി ലഭിക്കണമെന്നാവശ്യപ്പെട്ട് ദളിത് സംഘടനകൾ ആഹ്വാനം ചെയ്ത ഹർത്താൽ ജില്ലയെ കാര്യമായി ബാധിച്ചില്ല. ഇരിങ്ങാലക്കുട പോലീസ് സ്റ്റേഷനിൽ തീപിടുത്തം. ഉച്ചയ്ക്ക് 12:45 വരെയാണ് കാട്ടുമുച്ചിറ സ്റ്റേഷന്റെ മുകളിലത്തെ നിലയിൽ തീപിടുത്തമുണ്ടായത്. വാർത്തകൾ വിശദമായി. മുണ്ടത്തിക്കോട് വെടിക്കെട്ട് പുരയിലുണ്ടായ സ്ഫോടനത്തിൽ ഒരു മരണം കൂടി. തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന കുണ്ടന്നൂർ സ്വദേശി ചീരോത്ത് വീട്ടിൽ 30 വയസ്സുള്ള രാകേഷാണ് മരിച്ചത്. ഇതോടെ അപകടത്തിൽ മരിച്ചവരുടെ എണ്ണം 18ആയി. പുലിക്കളി കലാകാരൻ കൂടിയായിരുന്നു മരിച്ച രാകേഷ്. പൂങ്കുന്നം ദേശത്തിനായി പുലിവേഷം കെട്ടിയിരുന്നു. അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന എടപ്പാൾ സ്വദേശി ഉണ്ണികൃഷ്ണൻ ഞായറാഴ്ച മരിച്ചിരുന്നു. സംസ്ഥാനത്തെ വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തി. 15 മിനിറ്റ് മുതൽ അരമണിക്കൂർ വരെയായിരിക്കും വൈദ്യുതി നിയന്ത്രണം. പീക്ക് ലോഡ് മാനേജ്മെന്റ് എന്ന പേരിലാണ് നിയന്ത്രണം നടപ്പിലാക്കുന്നത്. വൈദ്യുതി നിയന്ത്രണം SMS വഴി മുൻകൂട്ടി അറിയിക്കും. പീക്ക് മണിക്കൂറിലെ വൈദ്യുതി ഉപയോഗം ക്രമീകരിച്ച് സഹകരിക്കണമെന്ന് KSEB അധികൃതർ അറിയിച്ചു. പ്രതീക്ഷകൾക്കെല്ലാം അപ്പുറമുള്ള വൈദ്യുതി ആവശ്യകതയാണ് സംസ്ഥാനത്ത് നിലവിലുള്ളതെന്ന് KSEB വ്യക്തമാക്കി. പുത്തഞ്ചിറ കോവിലകത്തുകുന്നിൽ പാടത്തിനോട് ചേർന്നുള്ള ചാലിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ 130 കിലോ കഞ്ചാവ് എക്സൈസ് പിടികൂടി. വെള്ളത്തിൽ കിടന്ന് ദുർഗന്ധമുണ്ടായിരുന്നു. വിപണിയിൽ 50 ലക്ഷം രൂപ വില വരുന്ന കഞ്ചാവാണ് മാള റേഞ്ച് എക്സൈസും തൃശൂർ ഇന്റലിജൻസ് വിഭാഗവും ചേർന്ന് പിടികൂടിയത്. പ്രതികളെ കണ്ടെത്താനുള്ള അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. മാള റേഞ്ച് ഇൻസ്പെക്ടർ C ജയചന്ദ്രൻ, അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ PV ബിനോയ്, ഇന്റലിജൻസ് ബ്യൂറോ അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ PV ബെന്നി, അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ CK ദേവദാസ്, MP ജീവേഷ് എന്നിവരുടെ നേതൃത്വത്തിലാണ് കഞ്ചാവ് പിടികൂടിയത്. ദേശമംഗലത്ത് വീണ്ടും തെരുവുനായ ആക്രമണം. ഈസ്റ്റ് പല്ലൂർ നമ്രം പ്രദേശത്തെ പൂവാടത്ത് തൊടി വീട്ടിൽ മുസ്തഫയുടെ മകൻ 4 വയസ്സുള്ള മുഹമ്മദ് ലാസലിനാണ് നായയുടെ കടിയേറ്റത്. വീടിന്റെ മുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്ന കുട്ടിയുടെ കയ്യിലും കവിളിലുമാണ് നായ കടിച്ചത്. കുട്ടിയെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തൃശൂർ പൂരം സമാപിച്ചതോടെ മണിക്കൂറുകൾക്കകം പൂരപ്പറമ്പ് വൃത്തിയാക്കി കോർപ്പറേഷൻ ശുചീകരണ തൊഴിലാളികൾ. കോർപ്പറേഷനിലെ ശുചീകരണ തൊഴിലാളികളുടെയും കുടുംബശ്രീ, സേവനശ്രീ പ്രവർത്തകരുടെയും നേതൃത്വത്തിലാണ് പൂരപ്പറമ്പും സ്വരാജ് റൗണ്ടും ഇടവഴികളുമെല്ലാം മണിക്കൂറുകൾക്കകം ശുചീകരിച്ചത്. തെക്കേ ഗോപുര നടയിൽ നടന്ന മാസ്ക് ക്ലീനിങ്ങിന്റെ ഉദ്ഘാടനം മേയർ ഡോക്ടർ നിജി ജസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു. നിരവധി തൊഴിലാളികളും ആരോഗ്യ പ്രവർത്തകരും ശുചീകരണ പ്രവൃത്തികളിൽ പങ്കാളികളായി. പൂരനഗരിയിലെ ശുചീകരണ പ്രവർത്തനങ്ങൾക്കിടെ കോർപ്പറേഷൻ കൗൺസിലർക്ക് സൂര്യാഘാതമേറ്റു. കൗൺസിലർ പോളി ജോസിനാണ് സൂര്യാഘാതമേറ്റത്. കൗൺസിലറെ ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തൃശൂർ പൂരത്തിന് സൗജന്യ ഔഷധ കുടിവെള്ളവും മറ്റ് സേവന പ്രവർത്തനങ്ങളും നടത്തിയ സന്നദ്ധ സംഘടനയായ സേവാഭാരതിയുടെ നായകനാൽ വിതരണ കേന്ദ്രത്തിൽ നിന്ന് പണവും രേഖകളും അടങ്ങിയ ബാഗ് മോഷണം പോയി. പണം, ATM കാർഡുകളടങ്ങിയ പേഴ്സും ബാഗുമാണ് മോഷണം പോയത്. സേവാഭാരതി പ്രവർത്തകർ തൃശൂർ ഈസ്റ്റ് പോലീസിൽ പരാതി നൽകി. ലോറിക്ക് പിറകിൽ ബൈക്ക് ഇടിച്ച് യുവാവ് മരിച്ചു. വയനാട് കേണിച്ചിറ സ്വദേശി നീറം തറപ്പേൽ കരുണാകരന്റെ മകൻ 28 വയസ്സുള്ള അജയ് ആണ് മരിച്ചത്. പുലർച്ചെ 3:45 അപകടം. അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ അജയിനെ അകലാട് മൂന്നൈനി VKR ആംബുലൻസ് പ്രവർത്തകർ ചാവക്കാട് രാജ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രത്തിലെ ഉത്സവത്തിന് കൊടിയേറി. ഉത്സവത്തോടനുബന്ധിച്ചുള്ള കലവറ നിറയ്ക്കൽ ചടങ്ങ് നടന്നു.
10 ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവത്തിൽ കൊടിയേറ്റം, ആറാട്ട് ദിവസങ്ങളിലൊഴികെ ഭക്തർക്കൊരുക്കുന്ന പ്രസാദ ഊട്ടിനാവശ്യമായ പഴങ്ങൾ, പച്ചക്കറികൾ, ധാന്യങ്ങൾ, എണ്ണ, നെയ് ഉൾപ്പെടെയാണ് കലവറ നടക്കലിൽ സമർപ്പിച്ചത്. ക്ഷേത്രം മേൽശാന്തി പുത്തിലത്ത് നീലകണ്ഠൻ നമ്പൂതിരി ഭദ്രദീപം തെളിയിച്ചു. ദേവസ്വം ചെയർമാൻ CK ഗോപി ഉദ്ഘാടനം ചെയ്തു. പ്രണയ നൈരാശ്യത്തെ തുടർന്ന് അമിതമായി ഗുളികകൾ കഴിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ച എറണാകുളം കണ്ണമാലി സ്വദേശിയായ യുവാവിനെ തൃശൂർ റൂറൽ പോലീസ് സാഹസികമായി രക്ഷപ്പെടുത്തി. യുവാവിനെ കാണാനില്ലെന്ന പരാതിയിൽ കണ്ണമാലി പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് യുവാവ് ചാലക്കുടിയിലാണെന്ന് കണ്ടെത്തിയത്. തുടർന്ന് ചാലക്കുടി പോലീസിനെ വിവരമറിയിക്കുകയായിരുന്നു. വിവരം ലഭിച്ചയുടൻ ചാലക്കുടി പോലീസ് സ്റ്റേഷനിലെ GSI സുനിൽ, CPOമാരായ സജീഷ്, സജീവ് എന്നിവർ നടത്തിയ തിരച്ചിലിനൊടുവിൽ ആനമല ജംഗ്ഷനിലെ ലോഡ്ജിൽ നിന്നും യുവാവിനെ അവശനിലയിൽ കണ്ടെത്തുകയായിരുന്നു. പോലീസ് വാഹനത്തിൽ തന്നെ യുവാവിനെ ചാലക്കുടി സെന്റ് ജെയിംസ് ആശുപത്രിയിൽ എത്തിച്ചു. യുവാവ് അപകടനില തരണം ചെയ്തതായി ആശുപത്രി അധികൃതർ അറിയിച്ചു. വാടാനപ്പള്ളിയിൽ ടോറസ് ലോറി ഇടിച്ച് ബൈക്ക് യാത്രക്കാരൻ മരിച്ചു. തളിക്കുളം സ്വദേശിയും മർച്ചന്റ്സ് അസോസിയേഷൻ നേതാവുമായ 55 വയസ്സുള്ള ചന്ദ്രബോസാണ് മരിച്ചത്. ഗണേശമംഗലം സെന്ററിന് തെക്ക് ഭാഗത്ത് രാവിലെ 10:30യോടെയായിരുന്നു അപകടം. NH നിർമ്മാണ കമ്പനിയുടെ ടോറസ് ലോറിയാണ് അപകടത്തിൽപ്പെട്ടത്. ലോറിക്കടിയിൽപ്പെട്ടുപോയ ബൈക്ക് യാത്രക്കാരന്റെ ദേഹത്തുകൂടി ലോറി കയറിയിറങ്ങിയ നിലയിലായിരുന്നു. ബൈക്ക് യാത്രക്കാരൻ തൽക്ഷണം മരിച്ചു. കണ്ണൂർ അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജിലെ BDS വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിൽ കുടുംബത്തിന് നീതി ലഭിക്കണമെന്നാവശ്യപ്പെട്ട് ദളിത് സംഘടനകൾ ആഹ്വാനം ചെയ്ത ഹർത്താൽ ജില്ലയെ കാര്യമായി ബാധിച്ചില്ല. അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജിലെ BDS വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണവുമായി ബന്ധപ്പെട്ടാണ് ദളിത് സംഘടനകൾ ഹർത്താലിന് ആഹ്വാനം ചെയ്തത്. ജില്ലയിൽ സ്വകാര്യ ബസ്സുകളും KSRTC ബസ്സുകളും ഓട്ടോറിക്ഷകളും സർവീസ് നടത്തി. കടകമ്പോളങ്ങളെല്ലാം തുറന്നു പ്രവർത്തിച്ചു. ഇരിങ്ങാലക്കുടയിൽ സ്വകാര്യ ബസ്സുകൾ തടഞ്ഞ ഹർത്താൽ അനുകൂലികളെ അറസ്റ്റ് ചെയ്ത് നീക്കിയതൊഴിച്ചാൽ ജില്ലയിൽ മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. രാഷ്ട്രീയ പാർട്ടികളൊന്നും സമരത്തിന് പിന്തുണ പ്രഖ്യാപിക്കാത്ത സാഹചര്യത്തിൽ ഹർത്താൽ പൊതുജീവിതത്തെ ബാധിച്ചിട്ടില്ല. ഹർത്താലിന് അഖില കേരള എഴുത്തച്ഛൻ സമാജവും KPMS അടക്കമുള്ള സംഘടനകളും പിന്തുണ പ്രഖ്യാപിച്ചെങ്കിലും കേരള ബസ് ട്രാൻസ്പോർട്ട് അസോസിയേഷൻ പണിമുടക്കുമായി സഹകരിക്കില്ലെന്ന് അറിയിച്ചിരുന്നു. നിതിൻ രാജിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ദളിത് സംഘടനകൾ ആഹ്വാനം ചെയ്ത ഹർത്താലിൽ ചാലക്കുടിയിൽ യാത്രക്കാർ ദുരിതത്തിലായി. മാള, ഇരിങ്ങാലക്കുട ഭാഗങ്ങളിൽ ബസ്സുകൾ തടഞ്ഞതിനാൽ ചാലക്കുടിയിൽ നിന്നുള്ള സർവീസുകൾ നിർത്തിവച്ചു. രാവിലെ ആദ്യ ട്രിപ്പുകൾ ഓടിയ ബസ്സുകളെല്ലാം തിരിച്ചെത്തി സ്റ്റാൻഡിൽ കയറ്റിയിട്ടു. മേലൂർ റൂട്ടിലേക്ക് മാത്രമാണ് പിന്നീട് ബസ്സുകൾ ഓടിയത്. മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിൽ യാത്രക്കാർ ഏറെ നേരം നട്ടം തിരിഞ്ഞു. കോടശ്ശേരി പഞ്ചായത്തിലെ കുറ്റിച്ചിറയിൽ സ്വകാര്യ ബസ്സുകൾ തടഞ്ഞ ഏതാനും ഹർത്താൽ അനുകൂലികളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. എന്നാൽ കടകമ്പോളങ്ങളെല്ലാം സാധാരണ രീതിയിൽ പ്രവർത്തിച്ചു. നിതിൻ രാജിന്റെ മരണത്തിൽ പ്രതിഷേധിച്ച് സംസ്ഥാന വ്യാപകമായി നടക്കുന്ന ഹർത്താലിന്റെ ഭാഗമായി കൈരളി പുലയർ മഹാസഭയുടെ നേതൃത്വത്തിൽ കൊടുങ്ങല്ലൂരിൽ ശവപ്പെട്ടി വഹിച്ചുകൊണ്ടുള്ള പ്രതീകാത്മക വിലാപയാത്ര നടത്തി. താലൂക്ക് ഓഫീസിന്റെ മുന്നിൽ നടന്ന പ്രതിഷേധ യോഗം സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് KM രമേശൻ ഉദ്ഘാടനം ചെയ്തു. സന്തോഷ് കൊടുങ്ങല്ലൂർ, KV സുരേഷ്, MR സിദ്ധാർത്ഥൻ, ഗോകുൽ, രഞ്ജിത്ത് എന്നിവർ സംസാരിച്ചു. കണ്ണൂർ അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജിലെ BDS വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിൽ കുടുംബത്തിന് നീതി ലഭിക്കണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാന ആക്ഷൻ കമ്മിറ്റി ആഹ്വാനം ചെയ്ത ഹർത്താലിനെ പിന്തുണ പ്രഖ്യാപിച്ച് കേരളീയ പട്ടിക ജനസമാജം പ്രവർത്തകർ കയ്പമംഗലത്ത് പ്രകടനം നടത്തി. 3 പീടികയിൽ നിന്ന് ആരംഭിച്ച പ്രകടനം പെരിഞ്ഞനത്തെ ചുറ്റി 3 പീടിക ബസ് സ്റ്റാൻഡിൽ സമാപിച്ചു. സമാജം സംസ്ഥാന ജനറൽ സെക്രട്ടറി MS വിജയൻ, ജില്ലാ വൈസ് പ്രസിഡന്റ് BP ജയൻ, ജില്ലാ സെക്രട്ടറി TV ശശി, AV ബാബു എന്നിവർ സംസാരിച്ചു. KK ഗിനീഷ്, ശൈലജ രാമകൃഷ്ണൻ, KM ബാബു എന്നിവർ നേതൃത്വം നൽകി. നിതിൻ രാജിനും കുടുംബത്തിനും നീതി ലഭിക്കുന്നതിന് വേണ്ടി ഇന്ന് കേരളം 58 സംഘടനകൾ ആക്ഷൻ കൗൺസിലുണ്ടാക്കി എല്ലാ ജില്ലകളിലും ശക്തമായ രീതിയിൽ ഉള്ള ഹർത്താൽ ആചരിച്ചുകൊണ്ടിരിക്കുകയാണ്. പല സ്ഥലങ്ങളിലും തടുക്കലും മറ്റും കാര്യങ്ങളിൽ നമ്മൾ സമാധാനപരമായിട്ടുള്ള നമ്മുടെ പ്രതിഷേധം ഗവൺമെൻറ്റിനെയും മറ്റു ഡിപ്പാർട്ട്മെൻറ്റിനെയും ബോധ്യപ്പെടുത്തുക എന്ന നിലയിലാണ് നമ്മൾ സാധാരണയായിട്ട് പ്രതിഷേധം നടത്തിയത്. നിതിൻ രാജിനെ നീതി ലഭിക്കാൻ വെച്ചാൽ ഈ പ്രശ്നം കഴിഞ്ഞിട്ട് ഈ 2 പ്രതികൾക്കും ഇവിടുന്ന് പോയി അവരുടേതായ കാര്യങ്ങൾ ചെയ്യുന്നുള്ള അവസരം ഒരുക്കി കൊടുത്തത് നമ്മുടെ സംസ്ഥാന പോലീസാണ്. കാരണം അവർ ആ സമയത്ത് നമുക്ക് ശക്തമായ രീതിയിൽ അവരെ പിടിക്കാമായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഒളിവിലിരുന്നുകൊണ്ട് തന്നെ അവർ മുൻകൂർ ജാമ്യം അപേക്ഷിച്ചു.
അതിൽ ഒരു സ്ത്രീക്ക് കിട്ടി. റാം എന്ന ഏറ്റവും നീചമായിട്ടുള്ള ആ പ്രിൻസിപ്പളിന് ജാമ്യം കിട്ടിയില്ല. വളരെ മോശമായത്. ഇത് ഞാൻ ഒറ്റപ്പെട്ട സംഭവമൊന്നുമല്ല, നമ്മുടെ ചുറ്റുവട്ടം തന്നെ എല്ലാ തലങ്ങളിലും. അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജിലെ BDS വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിൽ വിവിധ ദളിത് സംഘടനകളും നിതിൻ രാജ് ആക്ഷൻ കൗൺസിലും സംയുക്തമായി ആഹ്വാനം ചെയ്ത ഹർത്താലിന് തൃപ്രയാറിൽ ഭാഗികമായ പ്രതികരണം. ഹർത്താൽ അനുകൂലികൾ തൃപ്രയാറിൽ പ്രകടനവും പൊതുയോഗവും നടത്തി. ആക്ഷൻ കൗൺസിൽ ഏരിയ കൺവീനർ KK സുധീഷ്, ജില്ലാ ജോയിന്റ് കൺവീനർമാരായ NV രമേശ്, MA ഗഫൂർ, പ്രസാദ് അദ്ദിക്കാട്, TV മോഹനൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രോത്സവത്തോടനുബന്ധിച്ച് ചമയ പ്രദർശനം ആരംഭിച്ചു. കുട്ടിലാക്കൽ പറമ്പിലെ പഴയ ഓഫീസ് കെട്ടിടത്തിലാണ് ചമയ പ്രദർശനം നടക്കുന്നത്. തിടമ്പേറ്റുന്ന ആനയ്ക്കും ഇടതും വലതും നിൽക്കുന്ന ഗജവീരന്മാർക്കും തങ്കത്തിൽ തീർത്ത നെറ്റിപ്പട്ടവും മറ്റാനകൾക്ക് വെള്ളിയിൽ തീർത്ത നെറ്റിപ്പട്ടവും അണിയിക്കുന്ന ചുരുക്കം ചില ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രം. കൂടാതെ കുടകളുടെ അരികും തങ്കത്തിലും വെള്ളിയിലുമാണ് അലങ്കരിച്ചിരിക്കുന്നത്. ചമയ പ്രദർശനത്തിന്റെ ഉദ്ഘാടനം ദേവസ്വം ചെയർമാൻ അഡ്വക്കേറ്റ് CK ഗോപി നിർവഹിച്ചു. അഡ്മിനിസ്ട്രേറ്റർ രാകേഷ്, മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. ചേലക്കര തോട്ടുപാലം സ്വദേശി അൻസാർ അലിയുടെ മരണം കൊലപാതകമാണെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. പ്രതിയായ സഹോദരൻ അൻവർ അറസ്റ്റിൽ. കഴിഞ്ഞ ദിവസമാണ് അൻസാർ അലിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അൻസാറിന്റെ തലയിലേറ്റ ഗുരുതരമായ മുറിവാണ് മരണത്തിന് കാരണമായതെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. ഇതോടെയാണ് സംശയ നിഴലിലായിരുന്ന സഹോദരനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇവർക്കിടയിലുണ്ടായ തർക്കമാണ് വലിയ ക്രൂരകൃത്യത്തിൽ കലാശിച്ചത്. പുലർച്ചെ വീട്ടിലുണ്ടായിരുന്ന തർക്കത്തിന് പിന്നാലെ അൻസാർ കൊല്ലപ്പെട്ടതായും തുടർന്ന് പ്രതി വീട് പുറത്തുനിന്ന് പൂട്ടി കടന്നുകളഞ്ഞതായും പോലീസ് കരുതുന്നു. കസ്റ്റഡിയിലുണ്ടായിരുന്ന അൻവറിനെ ശാസ്ത്രീയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ചോദ്യം ചെയ്തതോടെയാണ് കുറ്റം സമ്മതിച്ചത്. കാട്ടകാമ്പൽ പൂരം കഴിഞ്ഞ് മടങ്ങിയ കുടുംബത്തിനു നേരെ ആക്രമണം. പൂരം കഴിഞ്ഞ് മടങ്ങുകയായിരുന്ന എടപ്പാൾ സ്വദേശി സുധീഷ്, ഭാര്യ ബിൻസി എന്നിവർക്കാണ് മർദ്ദനമേറ്റത്. സംഭവവുമായി ബന്ധപ്പെട്ട് രാമപുരം സ്വദേശികളായ ആദർശ്, വിദുൽ, സൂരജ് എന്നിവർക്കെതിരെ പോലീസ് കേസെടുത്തു. തിങ്കളാഴ്ച രാത്രി 9 മണിയോടെ രാമപുരം ഡിസ്പെൻസറിക്ക് സമീപം വെച്ചായിരുന്നു സംഭവം. രാമപുരത്തുള്ള അമ്മാവന്റെ വീട്ടിൽ പൂരം കാണാനെത്തിയതായിരുന്നു സുധീഷും കുടുംബവും. സുധീഷിന്റെ മാമന്റെ മകൻ പ്രണവും പ്രതികളും ഒരേ ക്ലബിലെ അംഗങ്ങളാണ്. പൂരത്തിനിടെ പ്രതികൾ മറ്റൊരു കമ്മിറ്റി അംഗങ്ങളുമായി വാക്കുതർക്കത്തിലാകുകയും ഉന്തും തള്ളലിലും ഏർപ്പെട്ടിരുന്നു. ഇതിനെ പ്രണവ് ചോദ്യം ചെയ്തതോടെ പ്രതികൾ പ്രണവുമായി തർക്കത്തിലായി. ഇതുമായി സുധീഷ് വിഷയത്തിൽ ഇടപെട്ടു, തടയാൻ ശ്രമിക്കുകയും ചെയ്തു. ഇതിലുള്ള വിരോധം വെച്ചാണ് പ്രതികൾ സുധീഷിനെ വഴിയിൽ തടഞ്ഞു നിർത്തി ആക്രമിച്ചത്. ആക്രമണത്തിൽ സുധീഷിന്റെ കണ്ണിന് പരിക്കേറ്റു. പരിക്കേറ്റ സുധീഷും ഭാര്യ ബിൻസിയും കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. ഇരിങ്ങാലക്കുട പോലീസ് സ്റ്റേഷനിൽ തീപിടുത്തം. ഉച്ചയ്ക്ക് 12:45 കാട്ടുങ്ങച്ചിറ സ്റ്റേഷന്റെ മുകളിലത്തെ നിലയിൽ തീപിടുത്തമുണ്ടായത്. വരാന്തയിൽ സ്ഥാപിച്ചിരുന്ന മീറ്റർ ബോക്സിനോട് ചേർന്നുള്ള സർവീസ് വയറിൽ ഷോർട്ട് സർക്യൂട്ട് സംഭവിച്ചതാണ് തീ പടർന്നതെന്നാണ് നിഗമനം. വയറിങ്ങും മീറ്റർ ബോക്സും മറ്റും കത്തിനശിച്ചു. കനത്ത പുകയാണ് സ്റ്റേഷനകത്ത് ഉയർന്നത്. തീപിടുത്തം ശ്രദ്ധയിൽപ്പെട്ട ഉടൻ തന്നെ പോലീസ് ഉദ്യോഗസ്ഥർ സ്റ്റേഷനിലെ ഫയർ എക്സ്റ്റൻഷൻ ഉപയോഗിച്ച് തീ നിയന്ത്രണ വിധേയമാക്കാനുള്ള ശ്രമം നടത്തി. ഉടൻ തന്നെ ഫയർഫോഴ്സ് എത്തി തീ പൂർണ്ണമായും അണയ്ക്കുകയും ചെയ്തു. നഗരത്തിന്റെ വിവിധയിടങ്ങളിലായി സ്ഥാപിച്ചിട്ടുള്ള CCTVകളുടെ കൺട്രോൾ യൂണിറ്റും സ്റ്റേഷനിലെ ഫയർ റൂം എല്ലാം പ്രവർത്തിക്കുന്നതും ഇതിനു തൊട്ടടുത്താണ്. അവിടേക്ക് തീ പടരാതിരുന്നതിനാൽ വലിയ നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടില്ല. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മുണ്ടത്തിക്കോട് വെടിക്കെട്ട് പുരയിലുണ്ടായ സ്ഫോടനത്തിൽ ഒരു മരണം കൂടി. ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രത്തിലെ ഉത്സവത്തിന് കൊടിയേറി. ഉത്സവത്തോടനുബന്ധിച്ചുള്ള കലവറ നിറയ്ക്കൽ ചടങ്ങ് നടന്നു. കണ്ണൂർ അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജിലെ BDS വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിൽ കുടുംബത്തിന് നീതി ലഭിക്കണമെന്നാവശ്യപ്പെട്ട് ദളിത് സംഘടനകൾ ആഹ്വാനം ചെയ്ത ഹർത്താൽ ജില്ലയെ കാര്യമായി ബാധിച്ചില്ല. ഇരിങ്ങാലക്കുട പോലീസ് സ്റ്റേഷനിൽ തീപിടുത്തം. ഉച്ചയ്ക്ക് 12:45 കാട്ടുങ്ങച്ചിറ സ്റ്റേഷന്റെ മുകളിലത്തെ നിലയിൽ തീപിടുത്തമുണ്ടായത്.
ഇതോടെ വാർത്താ നേരം പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.